അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂനത്തിൽ കുടുംബ കൂട്ടായ്മ, വയനാട് മേപ്പാടി സ്വദേശിനികളായ സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ കാവലിലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും അള്ളാഹു നമ്മെ നിലനിർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൂരൽമല ദുരന്തം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം എന്ന് പറയാം. ജീവിച്ചിരിക്കുന്നവർക്ക് ക്ഷമയ്ക്കുള്ള കൂലിയും മരണപ്പെട്ടവർക്ക് ഷഹാദത്തിൻ്റെ പ്രതിഫലവും അള്ളാഹു കൊടുക്കുന്ന പഠിച്ച തമ്പുരാൻ്റെ ഒരു തീരുമാനം. അതിൽ അള്ളാഹുവിൻ്റെ വിധിയെ പഴിചാരാനോ അള്ളാഹുവിനെ കുറ്റം പറയാനോ ഒന്നും നമുക്കാവില്ല. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് മുതൽ അവരുടെ ആയുസ് എത്രയാണ്, എങ്ങനെയാണ് അത് അവസാനിക്കുന്നത് എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നമുക്കാർക്കും അതിൽ ഇടപെടാനോ കൈകടത്താനോ ഒന്നും കഴിയില്ല. അത് തിന്മ ചെയ്തവർക്ക് ദുന്യാവിൽ ലഭിക്കുന്ന ശിക്ഷയായിരിക്കും. എന്നാൽ തിന്മ ചെയ്യാതെ നല്ല മനുഷ്യന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അവരുടെ സ്ഥാനം ഉയരാൻ, സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ ലഭിക്കാൻ അത് കാരണമാണ്. ആര് നഷ്ടപ്പെട്ടാലും നമുക്ക് മറ്റുള്ളവർ നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന സങ്കടം പോലെ ഇനി നാളെ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് വേദന വരും. ദുന്യാവ് അങ്ങനെയാണ്. ഓരോരുത്തർ യാത്രയാവും, നമ്മളവർക്ക് പിന്നാലെ യാത്രയാവും. ആരും ഇവിടെ ബാക്കിയാവുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അലംഘനീയമായ ഒരു നിയമത്തെ, അള്ളാഹുവിൻ്റെ ഖലാഇനെ വളരെ സമാധാനത്തോടെ പൊരുത്തത്തോടു കൂടെ സ്വീകരിക്കുകയും അതിൽ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്ന ഖൈർ എന്താണോ ആ ഖൈർ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്ന ഒരുപാട് കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് നമ്മുടെ കൂനത്തിൽ കുടുംബം. ഈ കുടുംബത്തിലെ ഒരംഗമായിരുന്ന അബ്ദുൽ ലത്തീഫ് വൈലത്തൂർ എന്നവർ പെട്ടെന്ന് വഫാത്തായി എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു മരണപ്പെട്ട അബ്ദുൽ ലത്തീഫ് എന്നവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവർക്കും കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും നമ്മളെല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വിഷമങ്ങളെ പരിഹരിച്ചു തരട്ടെ. നമ്മുടെ മുമ്പിലെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ വന്ന് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات. اللهم اغفر لمن ماتوا منا يا رب العالمين. اللهم ارفع درجاتهم. اللهم اغفر لهم خطيئاتهم. اللهم تقبل منهم حسناتهم وتجاوز عنهم سيئاتهم. اللهم ادخلنا وادخلهم الجنة وعدنا وعدهم من عذاب القبر فتنته ومن عذاب النار. اللهم اغفر لهم وارحمهم وعافهم واعف عنهم وأكرم نزلهم ووسع مدخلهم واغسلهم بالماء والثلج والبرد. اللهم نقهم من الخطايا كما ينقى الثوب الأبيض من الدنس. اللهم ابدلهم دارا خيرا من دارهم وأهلا خيرا من أهلهم وزوجا خيرا من زوجهم وادخلنا وادخلهم الجنة وعدنا وعدهم من عذاب القبر وفتنته ومن عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.